ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരാൾക്ക് ബി പിക്ക് മരുന്ന് തുടങ്ങുന്നത് എങ്ങനെയാണ്? സാധാരണ എന്തെങ്കിലും ഒരു അസുഖത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ വേണ്ടി ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ ബി പി പരിശോധിച്ചിട്ട് ബി പി കൂടുതലാണെങ്കിൽ പറയും നിങ്ങൾക്ക് ബി പി ഇച്ചിരി കൂടുതലാണ്, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ബി പി നോക്കാനായിട്ട് വരണം. ബി പി അപ്പോഴും കൂടുതലാണെങ്കിൽ നമുക്ക് മരുന്ന് വേണ്ടി വരും എന്ന് പറയും. സാധാരണ ഒരു ഡോക്ടറും ഒരു തവണ ബി പി ഇച്ചിരി കൂടിയിരിക്കുന്നത് കണ്ടാൽ ഉടൻ മരുന്ന് തുടങ്ങില്ല. തുടർച്ചയായിട്ട് ബി പി നിൽക്കുന്നത് കണ്ടാലേ മരുന്ന് തുടങ്ങുള്ളൂ. സാധാരണ ഇത്തരത്തിൽ ബി പി നിങ്ങൾക്ക് കൂടുതലാണെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അവർ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബി പിയുടെ കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം നോക്കുമ്പോൾ എന്തുവാ, സ്ട്രോക്ക് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് വരാം, കിഡ്നി പോവാം, ശരീരത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് പലതും മനസ്സിലാക്കി അവർ അമിതമായിട്ട് ടെൻഷൻ അടിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ വീണ്ടും ഒന്നുകൂടി ബി പി നോക്കാൻ പോകുമ്പോഴോ അമിതമായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും പോകുന്നത്. ഡോക്ടർ നോക്കുമ്പോഴോ ആദ്യത്തേനേക്കാൾ ബി പി ഉയർന്നു നിൽക്കുന്നു. ഓക്കെ, നിങ്ങൾ ബി പി പേഷ്യൻ്റാണ്, നിങ്ങൾ മരുന്ന് തുടങ്ങണം. ജീവിതകാലം ബി പിക്ക് അവർ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയാവും. ഇത് നമ്മുടെ നാട്ടിൽ ഒരാൾ ബി പിക്ക് മരുന്ന് കഴിച്ചു തുടങ്ങുന്ന ഒരു വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. ഒരാൾക്ക് ബി പിക്ക് മരുന്ന് തുടങ്ങുന്നത് അവരുടെ ബി പിയുടെ ഈ നമ്പർ കൂടിയിരിക്കുന്ന വാല്യൂ മാത്രം നോക്കിയിട്ടല്ല, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ പ്രായം, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരാൾക്ക് ബി പിക്ക് മരുന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവർക്ക് ഈ ബി പിയുടെ കോംപ്ലിക്കേഷൻ, അതായത് ഹൃദയത്തിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ, വൃക്കയ്ക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷമാണ് ഡോക്ടർ മരുന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു 28 വയസ്സുള്ള ഒരു സ്ത്രീക്ക്, ഒരു യുവതിക്ക് ബി പി 150/96 എന്ന് കാണുന്നു. അവർ ചെറുപ്പമാണ്, 28 വയസ്സേ ഉള്ളൂ, യുവതിയാണ്. അവർക്ക് കൊളസ്ട്രോൾ പരിശോധിച്ചപ്പോൾ കൂടുതലല്ല, അവർക്ക് ബാക്കി അവരുടെ ശരീരഭാരം കൂടുതലല്ല, അവർ സിഗരറ്റ് വലിക്കുന്നവരല്ല, അത്യാവശ്യം ശരീരം അനങ്ങി നടക്കുന്ന ഓടുന്ന ഒരാളാണ്. ഇത്തരത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് അധികമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരാൾക്ക് ഈ ബി പി കൂടിയിരിക്കുന്നതിൻ്റെ പേരിൽ ഡോക്ടർ മരുന്ന് തുടങ്ങുമോ? സാധാരണഗതിയിൽ ഇല്ല. എന്നാൽ ഇതേ വാല്യൂ തന്നെ, അതായത് 150/96 എന്ന് പറയുന്ന ബി പിയുടെ അളവ് ഒരു 60 വയസ്സുള്ള ഒരാളിലാണ് കാണുന്നതെങ്കിൽ, ഒരു 60 വയസ്സുള്ള പുരുഷൻ, അദ്ദേഹം മുൻപ് സിഗരറ്റ് വലിച്ചിരുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്ന ആളായിരുന്നു, അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉയർന്നു നിൽക്കുകയാണ്, അദ്ദേഹത്തിന് മുൻപൊരിക്കൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു വേദന വന്നിട്ടുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ ബി പിയുടെ അളവ് നിർബന്ധമായിട്ടും മരുന്ന് തുടങ്ങിയിരിക്കണം. അപ്പോൾ ഒരാളിന് ബി പിക്ക് മരുന്ന് തുടങ്ങുന്നത് അവരുടെ പ്രായം, അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവർക്ക് എന്തൊക്കെ രോഗങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് ഫ്രണ്ടിലുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾക്ക് ബി പിക്ക് മരുന്ന് നൽകുന്നത്. പലപ്പോഴും ഒരാളുടെ ബി പി പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഈ വാല്യൂ ബി പി ഉയർന്നു നിൽക്കുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ശരിയായിട്ട് ഉറക്കമില്ലായ്മയുണ്ടെങ്കിൽ, അമിതമായിട്ട് ടെൻഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, ജീവിത പിരിമുറുക്കങ്ങൾ കൂടുതലുള്ള, സ്ട്രെസ് ഒരുപാട് കൂടുതലുള്ള ആളാണെങ്കിൽ, ഒരുപക്ഷെ അവർക്ക് പതിവായിട്ട് മദ്യപിക്കുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ, പുകവലി ശീലമുള്ളവരാണെങ്കിൽ, അമിതവണ്ണമുള്ളവരാണെങ്കിലോ, വൃക്കയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിലോ എല്ലാം തന്നെ അവർക്ക് ബി പി ഉയർന്നിരിക്കും. അതുകൊണ്ട് ഡോക്ടർമാർ ഒരാൾക്ക് ബി പി ഉയർന്നിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ, ഈവൻ ഒരു കൂർക്കംവലി പതിവായിട്ടുള്ളവർക്ക് പോലും ബി പി ഉയർന്നു നിന്നു എന്ന് വരാം. ഇതെല്ലാം നോക്കിയിട്ടേ ഡോക്ടർമാർ മരുന്നിലേക്ക് പോകാറുള്ളൂ. എപ്പോഴും നമ്മളിപ്പോൾ സാധാരണ ഈ ബി പിയുടെ കോംപ്ലിക്കേഷൻ ഗൂഗിളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താ, സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽ മയോപ്പതി പോലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് വളരെ വർഷങ്ങൾ ബി പി ഉയർന്നു നിന്നാൽ മാത്രമാണ്. ബി പി അപകടകാരിയാകുന്നത് പലപ്പോഴും ഈ ഹൃദയത്തിൻ്റെ സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല. തുടർച്ചയായിട്ട് ബി പി ഒരാളിൽ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലിനകത്തുകൂടി ബി പി, രക്തം വളരെ ഉയർന്ന സമ്മർദ്ദത്തിൽ പമ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ രക്തക്കുഴലുകളുണ്ട്, അതായത് നമ്മുടെ അവയവങ്ങൾക്കകത്തുള്ള ഓരോ കോശങ്ങൾക്കും രക്തം കൊടുക്കുന്നത് രക്തക്കുഴലുകളാണ്. ഇങ്ങനെ ശരീരത്തിൻ്റെ അകത്ത്, അതായത് പുറമേയുള്ള കോശങ്ങൾക്കോ അവയവങ്ങൾക്കോ രക്തം കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകൾക്കകത്തേക്ക് ഉയർന്ന സമ്മർദ്ദത്തിൽ രക്തം എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ 1-2 രക്തക്കുഴലുകൾ പൊട്ടിയാൽ പ്രോബ്ലം ഇല്ല. എന്നാൽ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള മില്യൺസ്, അതായത് ലക്ഷക്കണക്കിനുള്ള ഈ ചെറിയ രക്തക്കുഴലുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുള്ള അവസ്ഥ എന്താ, ഇവിടെ എല്ലാം തന്നെ ചെറിയ ക്ലോട്ട് ടെൻഡൻസി ഉണ്ടാവും. ഈ കോശങ്ങൾക്ക് പ്രോപ്പറായിട്ട് സപ്ലിമെന്റ്സ് കിട്ടാത്തൊരു സാഹചര്യവും ഉണ്ടാവും. വർഷങ്ങൾ കൊണ്ട് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിനെ കൂടുതൽ ഫോഴ്സ്ഫുള്ളി പമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ തലച്ചോർ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ക്രമേണ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കകത്തുള്ള കോശങ്ങൾക്ക് രക്തം പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇത്
നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദം നമ്മുടെ വൃക്കകൾക്കെല്ലാം കേടുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുടെ മൂത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ട്, മൂത്രത്തിൽ പത കൂടുതലായിട്ട് ഇവർക്ക് കാണുന്നത് ഇതിനകത്ത് വർഷങ്ങൾ കൊണ്ട് കോശങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഡാമേജുകൾ കൊണ്ടാണ്. ഇത്തരത്തിൽ വർഷങ്ങൾ കൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഒരാളിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഇനി ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടു എന്നിരിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഏത് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് കണ്ടെത്തി ആ സാഹചര്യം ഒഴിവാക്കുക. ഉദാഹരണത്തിന് അവർക്ക് കൂർക്കം വലിയുണ്ട്, ഇല്ലെങ്കിൽ അമിതവണ്ണമുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ അമിതമായിട്ട് ടെൻഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം തന്നെ അവർക്ക് ഈ BP കൂടി നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഈ ഉയർന്ന രക്തസമ്മർദ്ദം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാതെ മരുന്നുകൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അപകടം എന്തെന്നറിയാവോ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസേജിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നിങ്ങളുടെ BP കൺട്രോൾ അല്ലാതെ വരും, വീണ്ടും BP ഉയർന്നു വരും. ഇതുകൊണ്ടാണ് പലർക്കും BPക്ക് ക്രമേണ മരുന്നിൻ്റെ ഡോസ് ഉയർത്തേണ്ടി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു BPയുടെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല, നിങ്ങൾക്ക് പ്രായമായ ആൾക്കാരല്ല, ഹൃദയത്തിൻ്റെയോ തലച്ചോറിൻ്റെയോ കോംപ്ലിക്കേഷൻ ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ BP ഗ്രാജുവലി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു 9 നാച്ചുറൽ മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇത് ഒരിക്കലും മരുന്നുകൾക്ക് പകരമല്ല. നിങ്ങൾക്ക് BPയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുണ്ട്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകളുടെ ഒപ്പം മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മാർഗങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയാനായിട്ട് സഹായിക്കും. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറിയുടെയും മത്സ്യത്തിൻ്റെയും അളവ് വർദ്ധിപ്പിക്കുക. നിങ്ങൾ എത്രത്തോളം പച്ചക്കറികൾ കഴിക്കുമോ ഇത് നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി, രക്തക്കുഴലിൻ്റെ ഒരു മിനുസം വർദ്ധിക്കാൻ സഹായിക്കുകയും ഇത് രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരാനുള്ള ടെൻഡൻസി, രക്തക്കുഴൽ കേട് വരാനുള്ള ടെൻഡൻസി ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ കഴിയുന്നത്ര റെഡ് മീറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൺ, താറാവ്, പോർക്ക് പോലുള്ളവ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹൃദയത്തിനും ആന്തരിക രോഗങ്ങൾക്കും ഓവർലോഡ് ഉണ്ടാകുന്ന ടെൻഡൻസി കുറയ്ക്കുകയും BPയുടെ ടെൻഡൻസി നമുക്ക് കുറച്ചു വരാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡിൽ ബീട്രൂട്ട്, ചീര പോലുള്ളവ പതിവായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇവയുടെ പ്രത്യേകത ബീട്രൂട്ടിനും ചീരയ്ക്കകത്തുമെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഡയറ്ററി നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഡയറ്ററി നൈട്രേറ്റ്സിൻ്റെ പ്രത്യേകത ഇവ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ഇവ നൈട്രേറ്റ്സും നൈട്രിക് ഓക്സൈഡുമായിട്ട് മാറും. ഈ നൈട്രിക് ഓക്സൈഡും നൈട്രേറ്റ്സും നമ്മുടെ രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ BP ടെൻഡൻസി കുറയുന്നു. നിങ്ങൾക്ക് അമിതവണ്ണമോ പ്രമേഹ രോഗമോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് ഡെയിലി 1 ഗ്ലാസ് കഴിക്കുന്നത് നല്ലതാണ്. കാരണം ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ ഏതെങ്കിലും ഒരു സമയം, ഒരു 11 മണിക്കോ 4 മണിക്കോ നിങ്ങൾ ഈ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നത് നിങ്ങളുടെ BP ടെൻഡൻസി ക്രമേണ കുറച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. എന്നാൽ അമിതവണ്ണമുള്ളവരാണെങ്കിലോ പ്രമേഹ രോഗമുള്ളവരാണെങ്കിലോ ബീട്രൂട്ടിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്ക് വണ്ണം വയ്ക്കാനോ ഷുഗർ കൂടാനോ ഉള്ള കാരണം കൂടിയാകും. ഇത്തരക്കാർ ചീര പോലുള്ളവ കൂടുതൽ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് വാൽനട്ട് ദിവസം 15 ഗ്രാം കഴിക്കുക. 15 ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിടിയാണ്. വാൽനട്ടിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഉയർന്ന അളവിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്കകത്തും ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച്, അതായത് നമ്മുടെ രക്തത്തിലെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലോട്ട് ടെൻഡൻസി ഉണ്ടാവാനോ രക്തക്കുഴലിനകത്ത് കേടുപാടുകൾ വരാനോ ഉള്ള സാധ്യത ഗണ്യമായിട്ട് കുറയും. മാത്രമല്ല വാൽനട്ടിനകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്യുകയും BP കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ പലരും ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് പതിവായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് അറൗണ്ട് 20 മുതൽ 25 ഗ്രാം വരെ ഫ്ലാക്സ് സീഡ്സ് നിങ്ങളത് കറികളിൽ ചേർത്തിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 11 മണിക്കോ 4 മണിക്കോ മോര് കഴിക്കത്തില്ലേ, മോരിനകത്തിട്ട് കുറച്ച് നേരം ഇട്ടിരുന്ന് കുതിർത്തിട്ട് നിങ്ങളത് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ BP ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും. പഠനത്തിൽ പറയുന്നത് തുടർച്ചയായിട്ടൊരു 3 മാസം നിങ്ങൾ ഇത്തരത്തിൽ കഴിക്കുന്നത് നിങ്ങളുടെ BPയെ 10% വരെ 10 യൂണിറ്റ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയാസ്റ്റോളിക് BP, നമ്മളിപ്പോൾ ഒരാൾക്ക് 150, 100 ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡയാസ്റ്റോളിക് BP എന്ന് പറയുന്നത്. ഡയാസ്റ്റോളിക് BP കുറയ്ക്കാനായിട്ട് ഫ്ലാക്സ് സീഡ്സിന് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടാസ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഏത്തപ്പഴം,
തൈര്, ബീൻസ് പോലുള്ളവ കൂടുതലായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇവയ്ക്കകത്ത് ഉള്ള പൊട്ടാസ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിനെയും സപ്പോർട്ട് ചെയ്യും, നമ്മുടെ BP കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഞാനീ പറഞ്ഞ 5 മാർഗ്ഗങ്ങളാണ് നമുക്ക് ഭക്ഷണത്തിലൂടെ BPയെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഭക്ഷണത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒരു 1/3 നിങ്ങളുടെ അളവ് കുറയ്ക്കുക. അതായത് നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിലെ സാധാരണ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിൽ നിന്നും 1/3 ഭാഗം കുറച്ച് നോക്കി. അതായത് നിങ്ങളുടെ വയറിൻ്റെ 1/3 ഭാഗം ഒഴിച്ചിടാൻ ശ്രമിക്കുക. ഇതും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിലെ ആന്തരികങ്ങളുടെയും ഓവർ ആയിട്ടുണ്ടാകുന്ന വർക്കിനെ കുറയ്ക്കാൻ സഹായിക്കുകയും നിങ്ങൾക്ക് BP ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളിലൂടെ എങ്ങനെ BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്ന് വിശദീകരിക്കാം. 6ാമത്തെ കാര്യം, നിങ്ങൾക്ക് പതിവായിട്ട് മൂക്കടപ്പുണ്ടെങ്കിൽ, അതായത് അലർജി ടെൻഡൻസി ഉണ്ട്, മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BP കൂടാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് പതിവായിട്ട് മൂക്കടപ്പ്, അലർജി ടെൻഡൻസി, നിങ്ങൾക്ക് ഉറക്കത്തിൽ രാത്രി മൂക്കടയുന്നുണ്ട്, വാതുറന്ന് മാത്രമേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് BP ക്രമേണ കൂടി വരുന്നതിന് ഒരു കാരണമാകാറുണ്ട്. പലപ്പോഴും കൂർക്കം വലിയ ടെൻഡൻസി ഉള്ളവർക്ക് BP കൂടി വരുന്നതിനും കാരണം അവർക്ക് തൊണ്ടയിലുണ്ടാകുന്ന മസിൽസിൻ്റെ കൺസ്ട്രിക്ഷനും അവർക്ക് ബുദ്ധിമുട്ടുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അലർജി ടെൻഡൻസി ഉണ്ടെങ്കിൽ, മൂക്കടപ്പ് വിട്ടുമാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 7ാമത്തെ മാർഗം, നിങ്ങൾ ദിവസവും ചെയ്യുന്ന വ്യായാമത്തിൻ്റെ ഒപ്പം 10 മിനിറ്റ് നിർബന്ധമായിട്ടും കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക. കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൾസ്, നിങ്ങളുടെ നോർമലി നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ നോക്കുന്ന പൾസ് ഉണ്ട്. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ പൾസ് റേറ്റ് പെട്ടെന്ന് നന്നായിട്ട് കൂടുന്ന ഏത് തരത്തിലുള്ള വ്യായാമവും നമുക്ക് കാർഡിയോ വർക്കൗട്ടായിട്ട് പറയാം. നിങ്ങൾ ചാടുക, ഓടുക, ജമ്പിങ് ജാക്സ് പോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ഇതെല്ലാം തന്നെ കാർഡിയോ വർക്കൗട്ടുകളാണ്. ഇത്തരത്തിൽ 10 മിനിറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൾസ് റേറ്റ് നോർമൽ നിന്ന് ഒരു 20 മുതൽ 30% വരെ കൂടുന്നത് കാണാം. അതായത് നോർമലി ഒരു 70 മുതൽ 80 വരെ ഒരു മിനിറ്റിൽ പൾസ് റേറ്റ് നിൽക്കുന്ന ഒരാളിന് ഒരു 130ലേക്കോ 140ലേക്കോ നമ്മുടെ പൾസ് റേറ്റ് ഒന്ന് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ BP ടെൻഡൻസി കുറയ്ക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പൾസ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഇങ്ങനെ വ്യായാമത്തിലൂടെ ഉയരുന്നത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നത്, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ശരീരത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദിവസവും 10 മിനിറ്റെങ്കിലും കാർഡിയോ വ്യായാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മറ്റു വ്യായാമങ്ങൾ ചെയ്യുമെങ്കിലും അതിനുശേഷം ഒരു 10 മിനിറ്റ് കാർഡിയോ വ്യായാമത്തിന് സമയം കണ്ടെത്തുക. ഇനി 8ാമത്തെ മാർഗം, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ, അമിതമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുക. നിങ്ങളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്. കാരണം നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉപകാരമല്ലാത്ത 1400ഓളം അപകടകരമായിട്ടുള്ള രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥികൾ ഓവറായിട്ട് വർക്ക് ചെയ്യുകയും രക്തത്തിൽ സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ പെട്ടെന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കോർട്ടിസോൾ ഹോർമോൺസ് നമ്മുടെ BP സ്റ്റഡി ആയിട്ട് ഉയർത്തുന്നതിന് കാരണമാകും. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ പതിവായിട്ട് ശീലിക്കുക. അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ജീവിതത്തിലെ സ്ട്രെസ് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും സ്വീകരിക്കുക. ഇനി 9ാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. BP ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങളുടെ റെസ്പിറേറ്ററി എക്സസൈസിനായിട്ട് മാറ്റിവെക്കുക. യോഗയിലെ പ്രാണായാമം പോലുള്ള മെത്തേഡ്സ് നല്ലതാണ്. ഇനി അതല്ല, യോഗ അറിയില്ല എന്നുണ്ടെങ്കിൽ ദിവസത്തിൽ രാവിലെയോ വൈകുന്നേരമോ 5 മിനിറ്റ് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിന് ഞാൻ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. നോർമലി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തതിന് ശേഷം ശ്വാസം പൂർണ്ണമായും ഒരു 5 സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ പതിയെ ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് നമ്മൾ പൂർണ്ണമായും വലിച്ചതിന് ശേഷം 5 മുതൽ 8 സെക്കൻഡ് വരെ നിങ്ങൾക്ക് പരമാവധി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ശ്വാസം ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എത്രത്തോളം പതിയെ പുറത്തേക്ക് വിടാൻ സാധിക്കുമോ അത്രത്തോളം പതിയെ പുറത്തേക്ക് വിടുക. നിങ്ങൾ ഒരു 4 സെക്കൻഡ് കൊണ്ടോ 5 സെക്കൻഡ് കൊണ്ടോ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ 7 മുതൽ 8 സെക്കൻഡ് കൊണ്ട് ക്രമേണ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് തുടർച്ചയായിട്ട് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒരു ദിവസം ആവർത്തിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ BP ടെൻഡൻസി കുറച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഞാനിവിടെ വിശദീകരിച്ച 9 മാർഗ്ഗങ്ങൾ നിങ്ങളുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന മാർഗ്ഗങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറച്ചു കൊണ്ടുവരാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 9 കാര്യങ്ങൾ ഉപകാരപ്പെടും. ഇനി അതല്ല,
നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളുടെ ഒപ്പം ഞാൻ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ബി പിയുടെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയോ മരുന്നിൻ്റെ ഡോസ് കൂട്ടാനുള്ള ഒരു അവസ്ഥയോ ഉണ്ടാകാതെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ഉയർന്ന രക്തസമ്മർദ്ദം ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ ഉറപ്പായിട്ടും അവർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം.